എല്ലാ അഡ്മിനിസ്ട്രേഷനും എല്ലാ വിഭാഗവും പഞ്ചായത്തും എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങൾ കാണുന്നൊരു കാര്യം, ഈ പെട്ടെന്ന് ഈ ആൾക്കാരെ താമസിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളുണ്ടാവണം. മാത്രമല്ല, ഇനിയൊരു നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായ ഒരു പഠനം ആവശ്യമായിട്ടുണ്ട്. അതിന് ഇമ്മീഡിയറ്റായിട്ട് തന്നെ അത് ചെയ്യുന്നതിനുള്ള പ്രാരംഭം കുറിക്കലാണ് ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ നോക്കുന്നത്. NHൻ്റെയും PWDയുടെയും LFTയുടെയും ഇമാരുൾപ്പെടുന്ന ഡിസാസ്റ്ററിൻ്റെ പ്രതിനിധി ഉൾപ്പെടുന്ന ജിയോളജിസ്റ്റിൻ്റെ പ്രതിനിധി ഉൾപ്പെടുന്ന സോയിൽ കൺസർവേഷൻ്റെ ആൾക്കാരുൾപ്പെടെ അവർ കൂട്ടായി തന്നെ ഈ സ്ഥലം മുകളിലും താഴെയുമുള്ള പ്രദേശമെല്ലാം പരിശോധിക്കണം. അപ്പം മുകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും താഴെ അധിവസിക്കുന്നവരിലാണെങ്കിലും ഈ മണ്ണ് എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളും സാധ്യതകളെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ടിൻ്റെ കൂടെ പശ്ചാത്തലത്തിലായിരിക്കും ഇനിയൊരു തുടർ നിർമ്മാണ പ്രവർത്തനം അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള സ്ഥലത്ത് നടത്താനായിട്ട് പെർമിറ്റ് ചെയ്യുക. അതിന് ജില്ലാ കളക്ടർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ റോഡിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതായിട്ടുമുണ്ട്. ഇനി തുടർന്ന് അങ്ങോട്ട് ദേശീയപാതയുടെ നിർമ്മാണം അത് കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കാര്യം. കേരളത്തിൽ നമുക്കറിയാം ദേശീയപാതയുടെ ജോലികൾ, നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യം, അത് ജീവിതം തകർന്നു പോയ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ചിലർക്ക് വലിയ തുകകൾ നഷ്ടപരിഹാരമായി ലഭിച്ചവരുണ്ട്. അവർ അവരുടെ പ്രശ്നങ്ങൾക്ക് ഈ പണം വഴി മറുവഴി കാണും. പക്ഷേ ദേശീയപാതയുടെ ജോലി മൂലം വീടിന് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ₹1 പോലും കിട്ടാത്ത, അവിടെ ഇനി താമസിക്കുക അസാധ്യമായ ആയിരക്കണക്കിന് മനുഷ്യരും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതിലൊരു കുടുംബമാണ് ഇന്നലെ രാത്രി അവരുടെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മടങ്ങിയെത്തി. ആ സമയത്താണ് ഈ വലിയ ദുരന്തം എത്തിയത്. ഇതിൽ ആ പാവങ്ങളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അശാസ്ത്രീയമായി യാതൊരു സുരക്ഷാ മുന്നൊരുക്കങ്ങളും നോക്കാതെ അമിത ലാഭക്കൊതിയിൽ നിർമ്മാണങ്ങളും മണ്ണ് ചെത്തിയെടുപ്പും നടത്തി ദേശീയപാത ഉദ്യോഗസ്ഥരും കരാറുകാരും അവരാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ. അവർക്കെതിരെ കേസെടുക്കണം, നടപടി ഉണ്ടാകണം. ദേശീയപാത നിർമ്മാണത്തിൽ അടിയന്തരമായി നമ്മൾ സുരക്ഷാ ഓഡിറ്റാണ് നടത്തേണ്ടത്. ദുരന്ത നിവാരണ സംവിധാനം, പ്രായോഗികമായ മുൻകരുതലുകൾ സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഈ പോലെ പലരുടെയും ആ 6 വീട്ടിൽ താമസിച്ച മനുഷ്യരുടെ ജീവിതം മണ്ണെടുത്തിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരെയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.